തദ്ദേശ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വിലയിരുത്തുമ്പോൾ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ മുൻതൂക്കമുണ്ടായിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ കേവലം 3 നിയമസഭാ മണ്ഡലങ്ങളിലായി അവരുടെ സ്വാധീനം കുറഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ പന്തളം ഉൾപ്പെടെയുള്ള അവർ ഭരിച്ചിരുന്ന പഞ്ചായത്തുകൾ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. 14 ജില്ലാ പഞ്ചായത്തുകൾ എടുക്കുമ്പോൾ ഒരിടത്ത് പോലും ഒരു വാർഡിൽ പോലും ജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല. 941 പഞ്ചായത്തുകളിൽ 25 പഞ്ചായത്തുകളിൽ മാത്രമാണ് അവർക്ക് ഭരണം നേടാൻ സാധിച്ചിട്ടുള്ളത്. കേവലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഭരണം നേടാൻ സാധിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. 101 വാർഡുകളിൽ 101 കോർപ്പറേഷൻ വാർഡുകളിൽ 50 മാത്രമാണ് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മതേതര ശക്തികൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ മതസാഹോദര്യവും കേരളത്തിൻ്റെ ജനാധിപത്യ ബോധവും ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും മതേതര ജനാധിപത്യ സഖ്യത്തിന് ഇവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നന്ദി, നമസ്കാരം.